NIT കാലിക്കറ്റിലെ മെറ്റീരിയൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസറും അതുപോലെ തന്നെ ഫോർമർ HOD-യുമായ ഷിജോ തോമസ് സാറാണ് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത്. സർ, സ്നേഹപൂർവ്വം സ്വാഗതം. സർ, വിദ്യാർത്ഥികൾ പലപ്പോഴും മെറ്റീരിയൽ സയൻസിനെ വിലയിരുത്തപ്പെടുന്നത് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സബ്സെറ്റ് എന്ന രീതിയിലാണ്. സർ, ശരിക്കും എന്താണ് മെറ്റീരിയൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ ബിടെക് എടുക്കുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടി വരുന്നത്? മെറ്റീരിയൽ സയൻസ് തുടക്കത്തിൽ മെക്കാനിക്കലിൽ ഒരു സബ്സെറ്റ് ആയിട്ട് തുടങ്ങിയൊരു ബ്രാഞ്ച് ആണെങ്കിൽ പോലും ഓവർ ദി ഇയേഴ്സ് മെറ്റീരിയൽ സയൻസ് ഒരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉള്ള ഒരു ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. രാജ്യത്തെ ബിടെക് മെറ്റീരിയൽ സയൻസ് പഠിപ്പിക്കുന്ന മറ്റേത് മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുമുള്ള സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫെസിലിറ്റീസ് ഇവിടെയുണ്ട്. ഉദാഹരണമായിട്ട് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ്, എക്സ്റേ ഡൈഫ്രാക്ഷൻ അപ്പാരറ്റസ്, FTIR, Raman spectroscope, UV visible spectroscope, physical vapor deposition system, RF sputtering system, chemical vapor deposition system, electrochemical workstations, lyophilizer, fatigue testing machine, universal testing machine തുടങ്ങി എല്ലാ കുട്ടികൾക്ക് എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാനായിട്ട് ഇവിടെ അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി അതിന്റെ ഫണ്ടമെന്റൽ ലെവലിൽ നമ്മൾ നോക്കിയാൽ അവിടുത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് അതിന്റെ ഒരു ഫണ്ടമെന്റൽ ആസ്പെക്ട് ആണ്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് കമ്പനീസ്, അപ്ലൈഡ് മെറ്റീരിയൽസ്, അങ്ങനത്തെ ഒരുപാട് കമ്പനീസ്, അതുപോലെ പുതിയ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ ഇൻഡസ്ട്രീസ് എല്ലാം വരുന്നുണ്ട്. ഇവരെല്ലാം ഫണ്ടമെന്റൽ ലെവലിൽ അവർക്ക് വേണ്ടത് ഒരു മെറ്റീരിയൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളെ അവർക്ക് വളരെ കൃത്യമായിട്ട് വേണം. മെറ്റീരിയൽ ക്യാരക്ടറൈസേഷനും പുതിയ മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സിമെന്റ് ഇൻഡസ്ട്രീസ്, അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ, പുതിയ സ്ട്രക്ചറൽ മെറ്റീരിയൽസ്, പുതിയ ബിൽഡിംഗ് മെറ്റീരിയൽസ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഇതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പുതിയ എനർജി ഓപ്പർച്യൂണിറ്റീസ് തുറക്കുന്നതിന് വേണ്ടി റിന്യൂവബിൾ എനർജിക്ക് വേണ്ട മെറ്റീരിയൽസ്, അതുപോലെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്യൂവൽ സെൽസ്, എഞ്ചിനീയറിംഗ് ഫ്യൂവൽ സെൽസ്, അതിന്റെ കാഥോഡ് മെറ്റീരിയൽസ്, കാറ്റലിസ്റ്റ് മെറ്റീരിയൽസ്, ഹൈഡ്രജൻ ജനറേഷൻ, ഗ്രീൻ ഹൈഡ്രജൻ ജനറേഷൻ, ബയോ മെറ്റീരിയൽസ്, ഇംപ്ലാന്റ് മെറ്റീരിയൽസ്, അങ്ങനെ നോക്കുകയാണെങ്കിൽ എവറി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗിൽ ഒരു സർട്ടൺ ലെവൽ ഓഫ് ഇൻഫ്ലുവൻസ് മെറ്റീരിയൽ സയൻസിന് വന്നതുകൊണ്ട് തന്നെ മെറ്റീരിയൽ സയൻസ് ഒരു വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ശാഖയായിട്ട് ഇപ്പോൾ വളർന്നു വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ട്രൂലി ഒരു ഇന്റർ ഡിസിപ്ലിനറി സെന്റർ കൂടിയാണ് നമ്മുടെ NIT കാലിക്കറ്റിലെ ഒരു മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാക്കൽറ്റീസ് ഉണ്ട്, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാക്കൽറ്റീസ് ഉണ്ട്, ഈ രണ്ട് ബാക്ക്ഗ്രൗണ്ടുകൾ കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എഞ്ചിനീയറിംഗിന്റെയും സയൻസിന്റെയും ഒരു ജംഗ്ഷൻ ആണ് ഇവിടുത്തെ മെറ്റീരിയൽ സയൻസ് പ്രോഗ്രാം നമുക്ക് പറയാം. ഓക്കെ സാർ, ഇപ്പോൾ നമ്മളൊരു ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഒരു ബിടെക് മെറ്റീരിയൽ സയൻസ് നമ്മൾ വിലയിരുത്തുവാണെങ്കിൽ ഒരു റഫായിട്ടൊരു ചോദ്യമായിട്ടാണ്, അതായത് എകദേശം എത്ര മാത്രം കണ്ടന്റ് ആയിരിക്കും സെയിം എന്ന് വിലയിരുത്താൻ പറ്റുന്നത്? ഒരു 25 to 30% കണ്ടന്റ് രണ്ടിനും കോമൺ ആണ്. കാരണം ഫണ്ടമെന്റൽ ലെവലിൽ അറിയേണ്ട കാര്യങ്ങൾ രണ്ട് കൂട്ടറിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികളിലേക്ക് കരിക്കുലത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഫണ്ടമെന്റൽ ലെവൽ നമ്മൾ പറയുകയാണെങ്കിൽ മെക്കാനിക്സിന്റെ പോർഷൻസ്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, അതുപോലെ തെർമൽ എഞ്ചിനീയറിംഗിന്റെ ഫണ്ടമെന്റൽസ്, ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഫണ്ടമെന്റൽസ്, തെർമോഡൈനാമിക്സ് ഇല്ലാതെ മെറ്റീരിയൽ സയൻസ് ഒരു ശാഖയില്ല. അതെല്ലാം മെക്കാനിക്കൽ സയൻസിൽ കുട്ടികളും പഠിക്കുന്ന കാര്യങ്ങളാണ്. മെക്കാനിക്കൽ ബിഹേവിയർ ഓഫ് മെറ്റീരിയൽസ്, ഇതും എല്ലാം മെക്കാനിക്കൽ സയൻസിൽ കുട്ടികൾ പഠിക്കുന്നതാണ്. അങ്ങനെ ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഇത്രയും കാര്യങ്ങൾ മെക്കാനിക്കലിലെ കുട്ടികളായാലും മെറ്റീരിയൽ സയൻസിലെ കുട്ടികളായാലും ഫണ്ടമെന്റൽ നോളജ് അവർക്ക് വേണ്ടതാണ്. ഇതിന്റെ പുറത്താണ് അവർ ബിൽഡപ്പ് ചെയ്യാൻ പോകുന്നത്. അവിടെ ഈ ആസ്പെക്ട്സ് എല്ലാം രണ്ടിലും വളരെ കോമൺ. അതുപോലെ മെറ്റലർജി, മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്, അതിന്റെ ഒരു കോഴ്സ്, ഇതെല്ലാം കോമൺ ആയിട്ട് രണ്ട് കൂട്ടരും ചെയ്യുന്ന കോഴ്സസ് ആണ്. ഓക്കെ സാർ, ഇപ്പം ഒരു NIT കാലിക്കറ്റിലേക്ക് വരുമ്പം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് ഓഫർ ചെയ്യുന്നത്, വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാൻ സഹായിക്കുന്നത്? NIT കാലിക്കറ്റിലെ മെറ്റീരിയൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആക്ച്വലി 2009 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു MTech പ്രോഗ്രാം മാത്രമാണ്. പിന്നെ PhD പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ PhD പ്രോഗ്രാംസിൽ നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളും ഇതിനകത്തുണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികൾ PhDക്ക് വരാറുണ്ട്, മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികൾ വരാറുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളും PhDക്ക് വരാറുണ്ട്. അറ്റ് പ്രസന്റ് നമുക്കിവിടെ BDSും MDSും കഴിഞ്ഞ ആളുകൾ, ഡോക്ടേഴ്സ്, ഡെന്റിസ്റ്റുകൾ നമുക്കിവിടെ PhD ചെയ്യുന്നുണ്ട്. 2 ഡെന്റിസ്റ്റുകൾ അറ്റ് പ്രസന്റ് ഇവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇന്റർ ഡിസിപ്ലിനറി കൾച്ചറാണ് ഇവിടെ ഉള്ളത്. ബിടെക് മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗ് 2019 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു മെറ്റീരിയൽ സയൻസിന്റെ ഫണ്ടമെന്റൽസ് കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന രീതിയിലാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർക്ക് ആ മെറ്റീരിയൽ സയൻസിന്റെ ഫണ്ടമെന്റൽ ആപ്ലിക്കേഷൻസ്, ഫണ്ടമെന്റൽസ് ആദ്യം നമ്മൾ കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. അതിന്റെ ക്യാരക്ടറൈസേഷൻസ്, ഏതൊക്കെ എക്യുപ്മെന്റ്സ് വെച്ചുള്ള ക്യാരക്ടറൈസേഷൻസ് ചെയ്യാം, ആ രീതിയിലുള്ള ഒരു മെറ്റീരിയൽ സയൻസ് എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. മെറ്റലർജിയുടെ കണ്ടന്റ് നമുക്ക് സിലബസിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്.
കുറച്ച് കോഴ്സസ് നമ്മൾ മെറ്റലർജി കണ്ടന്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടുതലും ജനറൽ മെറ്റീരിയൽ സയൻസ് ഫോക്കസും അതിന്റെ ആപ്ലിക്കേഷൻസ്, സെറാമിക് മെറ്റീരിയൽസ്, പോളിമർ മെറ്റീരിയൽസ്, അതുപോലെ ബയോ മെറ്റീരിയൽസ്, ഇങ്ങനത്തെ കോഴ്സസ് ആണ് നമ്മൾ കൂടുതലായിട്ട് കുട്ടികളിലേക്ക് കൊടുക്കുന്നത്. സാർ, ഇപ്പോൾ ഒരു ബിടെക് ഈ ഒരു അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഈ വർഷങ്ങളിൽ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടി വരുന്നത്? ഒരു ഫസ്റ്റ് ഇയർ ടു ഫോർത്ത് ഇയർ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഇവർക്ക് ആദ്യത്തെ 4 സെമസ്റ്ററിൽ മാത്തമാറ്റിക്സ് കമ്പൽസറി കോഴ്സാണ്. 4 മാത്തമാറ്റിക്സ് കോഴ്സാണ്. അപ്പോൾ അവർക്കൊരു ഫണ്ടമെന്റൽ മാത്തമാറ്റിക്സ് ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. ഈ മാത്തമാറ്റിക്സ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിനെ സംബന്ധിച്ച് വിത്തൗട്ട് മാത്തമാറ്റിക്സ് എഞ്ചിനീയറിംഗ് ഇല്ല. മെറ്റീരിയൽ സയൻസിലേക്ക് വരുമ്പോൾ അതിന്റെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ മെറ്റീരിയൽസിന്റെ ഡെവലപ്മെന്റിൽ നമ്മൾ പുതിയ മെറ്റീരിയൽസിന്റെ ഡെവലപ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ 2 അപ്രോച്ച് ഉണ്ട്. ഒന്ന്, നമുക്ക് എക്സ്പെരിമെന്റലി നമുക്ക് മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യാം. രണ്ടാമത്, നമുക്ക് ഇതിന്റെ മെറ്റീരിയൽ മോഡലിംഗ് ചെയ്തിട്ട് ഒരു സർട്ടൺ ലെവൽ വരെ നമുക്ക് കമ്പ്യൂട്ടേഷണൽ മോഡലിംഗ് ചെയ്തിട്ട് പിന്നെ അതിന്റെ ഡെവലപ്മെന്റിലേക്ക്, പ്രോപ്പർട്ടീസിലേക്ക്, അതിന്റെ സിന്തസിസിലേക്ക് നമുക്ക് പോവാം. ഈ മെറ്റീരിയൽസ് മോഡലിംഗ് ഇപ്പോൾ ഒരുപാട് യൂസ്ഫുൾ അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസും ചാൻസസും ഉള്ള ഒരു ഏരിയ ആണ് പുതിയ മെറ്റീരിയൽ ഡെവലപ്മെന്റിൽ. അപ്പോൾ നമുക്കിവിടെ മെറ്റീരിയൽ മോഡലിംഗ് തന്നെ എക്സ്പെർട്ടീസ് ഉള്ള ഫാക്കൽറ്റീസും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഏരിയ ആണ് മെറ്റീരിയൽസ് മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് മാത്തമാറ്റിക്സ് കോഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇനീഷ്യലി അവർക്കുള്ളത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് കോഴ്സ്. പിന്നെ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് ഫസ്റ്റ് ഇയർ തന്നെ അവർക്ക് ഇൻട്രൊഡക്ഷൻ ടു മെറ്റീരിയൽ സയൻസ് ഉണ്ട്. അപ്പോൾ മെറ്റീരിയൽ സയൻസിന്റെ ഫ്ലേവർ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു കോഴ്സിൽ അവർ പഠിക്കാൻ പോകുന്ന ഒരു ബേസിക് ഐഡിയ. പിന്നെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് സെക്കൻഡ് സെമസ്റ്റർ വന്നു കഴിയുമ്പോൾ തെർമോഡൈനാമിക്സിന്റെ കോഴ്സസ് വരും. പിന്നെ അതുകൂടാതെ അവർക്ക് ജനറൽ ആയിട്ട് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ NIT കരിക്കുലത്തിൽ തന്നെ ആക്ടിവിറ്റി പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് എൻവയോൺമെന്റൽ സയൻസിൽ പ്രൊജക്ട് ചെയ്യാം, അതുപോലെ എത്തിക്സിന്റെ പ്രൊജക്ട് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയൊക്കെ ചെറിയ അഡീഷണൽ കോഴ്സസ്. അത് മാൻഡേറ്ററി കോഴ്സസ് ആണ്. അത് പക്ഷേ പാസ് ഫെയിൽ പോലത്തെ കോഴ്സസ് ആണ്. അവർക്ക് പോയിന്റ്സ് ആണ് കിട്ടുക. അതിന് മറ്റേ ക്രെഡിറ്റ്സും ഇതും വരുന്നില്ല. പിന്നെ തേർഡ് സെമ്മിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ കൂടുതലായിട്ട് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്, സെറാമിക് മെറ്റീരിയൽസ്, പോളിമർ എഞ്ചിനീയറിംഗ്, പിന്നെ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്, ബയോ മെറ്റീരിയൽസ്, മെക്കാനിക്കൽ ബിഹേവിയർ ഓഫ് മെറ്റീരിയൽസ്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കരിക്കുലം അനുസരിച്ച് നമ്മുടെ കോർ കോഴ്സസ് ലിമിറ്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൂടുതൽ ഓപ്പൺ എലക്റ്റീവ്സ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കൂടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്കിവിടെ മൈനർ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ മെറ്റീരിയൽ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത മൈനർ പ്രോഗ്രാം എന്ന് പറയാനാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് ഓൾമോസ്റ്റ് 11 മൈനർ പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ മെറ്റീരിയൽ സയൻസിലെ കുട്ടികൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ചില മൈനർ പ്രോഗ്രാംസ് പറയുന്നത് ഒന്ന് AI ആൻഡ് മെഷീൻ ലേണിംഗ്. അത് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അതിൽ ഒരുപാട് ഈ ഞാൻ പറഞ്ഞ മെറ്റീരിയൽ മോഡലിംഗിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നതാണ്. പിന്നെയുള്ള സൈബർ ഫിസിക്കൽ സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടൊരു മൈനർ പ്രോഗ്രാം ഉണ്ട്. അതും നമുക്ക് ഈ ഒരു സെൻസേഴ്സ്, അതിന്റെ ഡെവലപ്മെന്റ്, അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഡിജിറ്റൽ ട്വിൻ എന്നൊക്കെ പറയുന്ന ആ ലെവലിലേക്ക് ഒരു സിസ്റ്റംസിനെ മോഡൽ ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യാവുന്ന സാധനങ്ങളാണ്. സിസ്റ്റം മോണിറ്ററിംഗിനും ഒക്കെ യൂസ് ചെയ്യാവുന്ന സാധനങ്ങളാണ്. പിന്നെ ഓൾട്ടർനേറ്റീവ് എനർജി സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽ സയൻസ് ഡിപ്പാർട്ട്മെന്റും കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റും ജോയിന്റ് ആയിട്ട് ഓഫർ ചെയ്യുന്ന ഒരു മൈനർ പ്രോഗ്രാം ഉണ്ട്. ഇതെല്ലാം കുട്ടികൾ. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾ ഡെവലപ്മെന്റിലാണെങ്കിലും കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. കാരണം അതിന്റെ ബാറ്ററി ഡെവലപ്മെന്റ്, പുതിയ തരം ബാറ്ററീസ്, അതിന്റെ ബാറ്ററി മെറ്റീരിയൽസ്, ബാറ്ററിന്റെ തെർമൽ മാനേജ്മെന്റ് സിസ്റ്റം, ഇതിലൊക്കെ മെറ്റീരിയൽ സയൻസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കോഴ്സസ് കുട്ടികൾക്ക് ചെയ്യാം. ഇലക്ടീവ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് 2 സെറ്റ് ഇലക്ടീവ്സ് ഉണ്ട്. ഒന്ന് കോർ ഡിപ്പാർട്ട്മെന്റൽ ഇലക്ടീവ്സ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റൽ ഇലക്ടീവ്സ് അവർക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ഓഫർ ചെയ്യുന്ന കോഴ്സ് ആയിരിക്കണം. അത് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ഒരു 7.5 മുകളിൽ CGPA ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ തന്നെ PG പ്രോഗ്രാമിന്റെ കോഴ്സസും അവർക്ക് ഡിപ്പാർട്ട്മെന്റ് ഇലക്ടീവ്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവൽ, അഡ്വാൻസ്ഡ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അങ്ങനത്തെ അഡ്വാൻസ് XRD, അങ്ങനെ PGക്കാർ ചെയ്യുന്ന കോഴ്സസ് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതും ബിടെക് ലെവലിൽ തന്നെ ചെയ്ത് ഒരു അഡ്വാൻസ് ലെവലിലുള്ള കോഴ്സസിലേക്ക് എക്സ്പോഷർ കിട്ടുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ ഓപ്പൺ ഇലക്ടീവ്സിലേക്ക് വരുവാണെങ്കിൽ ഇവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഓപ്പൺ എലക്ടീവ്സ് ഇവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെസിലിറ്റീസ് ഉണ്ട്. കൂടാതെ നമ്മൾ ഇവർക്ക് NPTEL വഴിയും ഇവർക്ക് 4 ഓപ്പൺ എലക്ടീവ്സ് വരെ NPTEL നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ. അപ്പോൾ മിക്കവാറും നല്ല IIT-കളിലേക്ക് നല്ല പ്രൊഫസേഴ്സിന്റെ കോഴ്സസ് NPTEL വഴി നമ്മുടെ കുട്ടികളെടുത്ത് നല്ല സ്കോറും അവർ നല്ല ടോപ്പേഴ്സ് ആയിട്ട് വന്ന കുട്ടികളുണ്ട്. NPTEL കോഴ്സിൽ ഓവറോൾ ഇന്ത്യ NPTEL കോഴ്സ് ടോപ്പേഴ്സ് ആയിട്ട് വന്ന കുട്ടികളൊക്കെ നമുക്കുണ്ട്. അപ്പൊ അങ്ങനത്തെ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ ഇവർക്കുള്ളത് ഒരു 3 പ്രോജക്റ്റ് വരും. ഒരു മിനി പ്രോജക്റ്റ് വരും. ഫസ്റ്റ് ഫേസ് പ്രോജക്ട് എന്ന് പറഞ്ഞാൽ 6th സെമസ്റ്റർ മിനി പ്രോജക്റ്റ് ആണ്. അപ്പൊ മിനി പ്രോജക്റ്റിൽ നമ്മൾ സാധാരണ ഇവരെ കണ്ട ഒരു ഗ്രൂപ്പ് ആയിട്ട് ചെയ്യുക. അപ്പോൾ അവർക്ക് ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടി, ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് അവർ ചെല്ലുമ്പോഴാണെങ്കിലും അവർക്ക് ഒരു ടീം വർക്കിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് എല്ലാം കിട്ടുന്നതിന് വേണ്ടി. അപ്പോൾ പിന്നെ അവരുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണല്ലോ, അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാതെ അവരെ ഗ്രൂപ്പായിട്ട് നമ്മൾ വിടുക. 7th സെമസ്റ്റർ പ്രോജക്റ്റും നമ്മൾ ഇവരെ
സിക്സ് സെമസ്റ്റർ ഒരു 3 പേരുടെ ഗ്രൂപ്പ് ആയിരിക്കും. 7th സെമസ്റ്റർ നമ്മൾ കുറച്ചുകൂടെ ഗ്രൂപ്പ് കുറച്ചുകൂടെ 2 പേര് മാക്സിമം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. 8th സെമസ്റ്ററിലേക്ക് എത്തുമ്പോൾ ഇൻഡിവിജ്വൽ പ്രോജക്ട്സ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് താല്പര്യമുള്ള ഒരു ഏരിയയിൽ മെറ്റീരിയൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ്. അപ്പോൾ പ്രോജക്റ്റുകളിൽ നമുക്ക് ഇവിടുത്തെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു 10 റിസർച്ച് ലാബുകളുണ്ട്. ഈ കുട്ടികൾ വർക്ക് ചെയ്യുന്ന ഈ റിസർച്ച് ലാബുകളിലാണ് PhD-കാരുടെ ഒപ്പം നിന്നാണ് ഇവർ ഈ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ PhD-കാർ ചെയ്യുന്ന വർക്കിന്റെ ഒരു സബ്സെറ്റ് ആയിട്ടുള്ള വർക്കാണ് ഇവർ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മോർ ദാൻ ഒരു 13-15 crore സ്പോൺസർഡ് പ്രോജക്ട് ഫണ്ടിങ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. കറന്റ് തന്നെ നമുക്കൊരു 5 to 6 crore പ്രോജക്ട്സ് റണ്ണിംഗ് ആണ്. ഈ പ്രോജക്റ്റുകൾ ഈ ഡിപ്പാർട്ട്മെന്റ് പല ലാബുകളിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ ലാബുകൾ ഈ പ്രോജക്റ്റിലും കുട്ടികൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഒരു ലൈവ് പ്രോജക്റ്റ് തന്നെയാണ് അവർ ചെയ്യുന്നത്. ലൈവ് പ്രോബ്ലത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഒരു ഇമാജിനറി പ്രോജക്റ്റ് പലപ്പോഴും. അതുപോലെ നമ്മൾ പലപ്പോഴും ബിടെക് സ്റ്റുഡൻസ് നല്ല ബ്രൈറ്റ് സ്റ്റുഡൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു പുതിയ ഏരിയ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇനീഷ്യൽ വർക്കൊക്കെ ഈ സ്റ്റുഡൻസ് ചെയ്തിട്ട് വളരെ വണ്ടർഫുൾ വർക്കായിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഞങ്ങളുടെ കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയ ബാച്ചിൽ ഒരു കുട്ടി ചെയ്ത ഒരു ബിടെക് പ്രോജക്റ്റ് അത് ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പൊ അത് ഇന്ത്യൻ കൗൺസിൽ മെഡിക്കൽ റിസർച്ച് ഫണ്ട് ചെയ്ത ഒരു മെഡിക്കൽ സ്റ്റെന്റിനുള്ള പ്രോജക്റ്റ് ആയിട്ട് 1 crore പ്രോജക്ട് സാങ്ഷൻ ആയി വന്നിട്ടുണ്ട്. അത് അതിന്റെ സ്റ്റാർട്ടിംഗ് ഒരു ബിടെക് പ്രോജക്റ്റിൽ നിന്നാണ്. അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്നുള്ള ഒരു മെറ്റാ മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്ത് ആള് ഇത് വളരെ ബ്രൈറ്റ് സ്റ്റുഡന്റ്. ഈ സ്റ്റുഡന്റ് അതിനുശേഷം അവന്റെ 6th സെമസ്റ്റർ കഴിഞ്ഞിട്ട് അവൻ ജപ്പാനിൽ അവന് ഫെലോഷിപ്പ് കിട്ടി. അവൻ ജപ്പാനിൽ ഇന്റേൺഷിപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് അവന്റെ 8th സെമസ്റ്റർ പ്രോജക്റ്റിന് വീണ്ടും അതേ ജപ്പാനിൽ നിന്ന് തന്നെ അവൻ ഇന്റേൺഷിപ്പ് കിട്ടി. അവൻ ജപ്പാനിൽ പോയി 8th സെമസ്റ്റർ പ്രോജക്റ്റ് അവൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോ ആള് PhD-ക്ക് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലെവലിൽ ഒരു എക്സ്പോഷർ ആണ് കുട്ടികൾക്ക് കിട്ടുന്നത്. സാർ ഒരു പക്ഷേ ഈ മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന ഒരു പക്ഷേ ഒരു ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ ബ്രാഞ്ചിലേക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. ഫീൽഡ് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസിന് ആപ്ലിക്കേഷൻ വരുന്ന ഒരു ബ്രാഞ്ചാണ് മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുട്ടികൾ ഫസ്റ്റ് സെമസ്റ്റർ തൊട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസ് വളരെ വലുതായിരിക്കും. സാർ ഇപ്പോൾ നമ്മളൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ ഒരുപക്ഷെ വിദ്യാർത്ഥിക്ക് ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് ഒരു പക്ഷേ പലപ്പോഴും മെക്കാനിക്കലായിരിക്കാം. പ്ലേസ്മെന്റിന്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നാട്ടിലെല്ലാം ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് കോളേജോ ഒക്കെ നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് കോളേജിലും സെൽഫ് ഫിനാൻസിംഗിലും ഒക്കെ ഏറ്റവും വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ നിന്ന് പോകുന്ന ബ്രാഞ്ചുകളിലൊന്നും മെക്കാനിക്കലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽഡ് തന്നെയുള്ള കുറച്ചും കൂടെ സ്പെഷ്യലൈസ്ഡ് ആയ ഒരു ബ്രാഞ്ചാണ് മെറ്റീരിയൽ സയൻസ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് എവിടെയൊക്കെയാണ് ജോലി സാധ്യത ഉള്ളത്? അതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഒരു നല്ല രീതിയിലൊന്ന് പ്ലേസ്ഡ് ആവണമെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഒരു ഫസ്റ്റ് ഇയർ മുതൽ ട്രെയിൻ ചെയ്ത് ഏതൊക്കെ ഫീൽഡുകൾ എക്സ്പ്ലോർ ചെയ്യണം? ഒരു ഫണ്ടമെന്റലി നമ്മൾ കുട്ടികളോട് പറയാറുള്ള ഒരു ബേസിക് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിനീയറിംഗിന് വന്നു കഴിയുമ്പോൾ നമ്മുടെ ബേസിക്സ് വളരെ സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് ആയിരിക്കും നമ്മൾ ബിൽഡപ്പ് ഫസ്റ്റ് സെമസ്റ്റർ തൊട്ട് ബിൽഡപ്പ് ചെയ്യുന്നത്. പലപ്പോഴും കുട്ടികൾക്ക് വരുന്ന ഒരു ഡ്രോബാക്ക് നല്ല JEE പെർസെന്റേജിലെല്ലാം കിട്ടി ഇവിടെ വരുന്ന കുട്ടികൾ പലപ്പോഴും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ജെയുടെ ഒരു സ്ട്രഗിൾ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് കുട്ടികൾ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ആ റിലാക്സേഷനുള്ള പ്രൊവിഷൻ ഇപ്പം ഇല്ല. കാരണം ഇൻഡസ്ട്രി ഈസ് ഹൈലി കോമ്പറ്റീറ്റീവ്, ദ എൻവയൺമെന്റ് ഈസ് ഹൈലി കോമ്പറ്റീറ്റീവ്. അപ്പൊ അതുകൊണ്ട് റിലാക്സ് ചെയ്യാന്നുള്ള ആറ്റിറ്റ്യൂഡ് ഒരിക്കലും ഒരു കുട്ടികൾ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് കയറരുത്. കാരണം ഓപ്പർച്യൂണിറ്റീസ് കുറവും നമ്പേഴ്സ് കൂടുതലും ആകുമ്പോൾ നമ്മൾ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് എഫേർട്ട് ഇടണം. ഫ്രം ദ ഫസ്റ്റ് സെമസ്റ്റർ ഓൺവേർഡ്സ് ഒരു റിലാക്സ് ചെയ്ത് പഠിക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഇപ്പൊ പറ്റത്തില്ല. മുമ്പ് നമ്പേഴ്സ് കുറവും ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, എങ്ങനെയെങ്കിലും ഒക്കെ നമുക്കൊരു പ്ലേസ്മെന്റ്. ഇപ്പൊ ആ സിറ്റുവേഷൻ മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെമസ്റ്റർ തൊട്ട് തന്നെ പഠിക്കുന്ന സബ്ജക്ട്സ് വളരെ തറവായിട്ട് ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്സ്, നത്തിങ് ക്യാൻ റീപ്ലേസ് എ ഗുഡ് ടെക്സ്റ്റ് ബുക്ക്. ഒരു സോഷ്യൽ മീഡിയയും ഒരു ടെക്നോളജിയും ഒന്നും ഒരു ടെക്സ്റ്റ് ബുക്കിന് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഇപ്പോഴത്തെ ജനറേഷൻ എന്ന ചലഞ്ച് ഞങ്ങൾക്കുള്ളത് അതാണ്. ഈ കുട്ടികൾ ഈ ഷോർട്ട് വീഡിയോസ് കണ്ടിട്ട് അതുമായിട്ട് അങ്ങ് ട്യൂൺഡ് ആയിട്ട് കുട്ടികൾക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നൊരു ടെക്സ്റ്റ് ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ 1 hour ക്ലാസ്സിലിരുന്ന് അതിൽ നിന്ന് അസിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെക്കാനോ ഇതിനൊക്കെയുള്ള ടെൻഡൻസി കുറഞ്ഞു വരിക. അപ്പോൾ റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ അറ്റൻഡ്, കാരണം നമ്മളൊരു ഫാക്കൽറ്റി ഒരു ക്ലാസ്സിൽ വരുമ്പോൾ ഒരു 2-3 hours പ്രിപ്പയർ ചെയ്ത് കൺസൈസ് ചെയ്ത് കാച്ചി കുറുക്കി കൊണ്ടുവന്ന സാധനമാണ് ഒരു 1 hour ക്ലാസ്സിലേക്ക് അവർക്ക് ഡെലിവറി കൊടുക്കുന്നുണ്ട്. അത് അത്രയും തന്നെ അവർക്ക് വീണ്ടും അവർ ആ ക്ലാസ് മിസ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ അത്രയും എഫർട്ട് എടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിയുന്നതും അവര് ഈ ക്ലാസ്സസ് മിസ് ചെയ്യാതെ ക്ലാസ്സിൽ കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ ഫോളോ ചെയ്യുക, ടെക്സ്റ്റ് ബുക്സ് കൃത്യമായിട്ട് വായിക്കുക. ഇത് ഫണ്ടമെന്റലി ഏത് സബ്ജക്ട് പഠിക്കാനും ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
ഇത് മെക്കാനിക്കലായാലും ഏത് ബ്രാഞ്ചിലായാലും. ഓക്കെ. ഇനി മെക്കാനിക്കൽ ബ്രാഞ്ചിലേക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ അലൈഡ് ബ്രാഞ്ചിലേക്ക് വന്നു കഴിയുമ്പോൾ അഡീഷണൽ ആയിട്ട് കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സെമസ്റ്റർ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ അവർക്കൊരു ഇന്റേൺഷിപ്പിനൊക്കെ പോകാൻ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷെ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ബ്രേക്കിൽ കമ്പൽസറി ആയിട്ട് കുട്ടികൾ ഇന്റേൺഷിപ്പ് ചെയ്തിരിക്കണം. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും കമ്പൽസറി ആയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തിരിക്കണം. ഞങ്ങളുടെ ഇവിടെ കുട്ടികൾ എല്ലാവരും തന്നെ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും എവിടെയെങ്കിലും ഒന്നെങ്കിൽ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു അക്കാഡമിയ അല്ലെങ്കിൽ ഒരു നിവൃത്തിയിൽ അവർ ഇവിടെ തന്നെ നിന്നിട്ട് അവരൊരു ചെറിയ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യും. പ്രോജക്റ്റിൽ വർക്ക് ചെയ്താൽ പോരാ, പ്രോജക്റ്റ് വർക്ക് ചെയ്ത് അതിന്റെ ഒരു റിപ്പോർട്ട് അവര് ഒരു വർക്കിന്റെ കംപ്ലീറ്റ്നെസ് ആ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടും അവർ റെഡിയാക്കി അതിന്റെ ഒരു ഔട്ട്കം എന്താണെന്നൊക്കെ പ്രസന്റ് ചെയ്യാൻ രീതിയിലാക്കണം. അപ്പൊ അവർക്കത് അവരുടെ ബയോഡാറ്റയിലേക്ക് ഒരു അഡീഷൻ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോജക്റ്റുകൾ വർക്ക് ചെയ്യുന്നുള്ളത് പ്രത്യേകിച്ചും പുറത്തേക്കൊക്കെ മാസ്റ്റേഴ്സ് PhD ഒക്കെ ആസ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരു SOP സബ്മിറ്റ് ചെയ്യണമല്ലോ. ഈ SOP-ലൊക്കെ അവർക്ക് ഹൈലൈറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ പ്രോജക്റ്റുകൾ ചെയ്തത്, ഇന്റേൺഷിപ്പ് ചെയ്തത്, ഇതൊക്കെ. അത് മാത്രമല്ല, ഇന്റേൺഷിപ്സിലൂടെ കുട്ടികൾ പലപ്പോഴും ഞങ്ങളുടെ ഇവിടെ പോയ കുട്ടികൾ, ഇപ്പൊ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ബാച്ച് ഉണ്ടായിരുന്ന കുട്ടി മെറ്റീരിയൽ സയൻസ് ഇത് കഴിഞ്ഞിട്ട് MBA ചെയ്തു. അവൻ ആ കുട്ടി എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ടോപ്പർ കുട്ടിയായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന കുട്ടി മിക്കവാറും ഡയറക്റ്റ് PhD അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനൊക്കെ പോകുന്ന. പക്ഷെ ആ കുട്ടി നമ്മളോട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അവള് തേർഡ് ഇയറിൽ അവള് IIT ബാംഗ്ലൂരാണ്, IIT ബാംഗ്ലൂരാണോ IIT ബോംബെ ആണെന്ന് അറിയില്ല, ഇന്റേൺഷിപ്പിന് പോയി. ഈ ഇന്റേൺഷിപ്പ് കഴിഞ്ഞപ്പോൾ അവൾക്ക് കുറച്ചുകൂടെ റിയലൈസ് ചെയ്തു അവളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഒരു മെറ്റീരിയൽ സയൻസ് റിസർച്ച് അറ്റ്മോസ്ഫിയറിനേക്കാളും കൂടുതൽ അവൾക്ക് ഒരു മാനേജ്മെന്റ് സൈഡിലേക്ക് ആയിരിക്കും അവൾക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതൊരു റിവലേഷൻ ആണ്. കാരണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ കുട്ടി മെറ്റീരിയൽ സയൻസ് ആണ് എന്റെ ഏരിയ എന്ന് വിചാരിച്ചിട്ട് PhD-ക്ക് മറ്റേ പോകുന്നത് ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നിരിക്കാം, മിസ്ഫിറ്റ് ആവുന്ന സിറ്റുവേഷൻ. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഇന്റേൺഷിപ്പിന് പോകണം നിർബന്ധിക്കുന്നത്. ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുക, ഒരു അക്കാഡമിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുക. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ ഇൻഡസ്ട്രിക്ക് ഫിറ്റ് ആയിട്ടാണോ നമ്മൾ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യേണ്ടത്, അതൊരു അക്കാഡമിക്ക് ഫിറ്റ് ആയിട്ടാണോ നമ്മുടെ കരിയർ ബിൽഡപ്പ് ചെയ്യേണ്ടത്. അതൊരു കുട്ടിക്ക് നിർബന്ധമായിട്ടും ചെയ്തേക്കേണ്ടത്. ഒരു ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ ഒരു ഇൻഡസ്ട്രിയിലും ഒരു ഇന്റേൺഷിപ്പ് കഴിയുമെങ്കിൽ ഒരു അക്കാഡമിയിലും ചെയ്യുകയാണെങ്കിൽ ആ റിസർച്ച് കൾച്ചറിന്റെയും ഒരു ഇൻഡസ്ട്രി കൾച്ചറിന്റെയും രണ്ടിന്റെയും ഒരു ഫീൽ ആ കുട്ടിക്ക് കിട്ടും. ഞങ്ങളിവിടെ 8 സെമസ്റ്റർ പ്രോജക്റ്റുകൾ അതുകൊണ്ട് തന്നെ ആ പ്രോജക്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യണമെന്ന് നമുക്ക് കമ്പൽസറി അല്ല. ആ പ്രോജക്റ്റ് ഈവൻ ഒരു പ്രോജക്റ്റ് ആയിട്ട് പോലും ചെയ്യണ്ട, ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്താലും മതി, അതിന്റെ ക്രെഡിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രൊവിഷൻ ഉണ്ട്. പിന്നെ വേണ്ടത് അഡീഷണൽ സ്കിൽസ് ആണ്. കരിക്കുലത്തിന് പുറത്ത് എന്ത് ചെയ്തു എന്നുള്ള പലപ്പോഴും കമ്പനികൾ നോക്കുന്നത്. കരിക്കുലം പഠിച്ചു പോകുന്ന എല്ലാ കുട്ടികളും ചെയ്യുന്നുണ്ട്. അതിന്റെ അപ്പുറം നിങ്ങൾ എന്ത് ചെയ്തു, എന്തൊക്കെ പ്രോജക്റ്റുകൾ നിങ്ങൾ ചെയ്തു, എന്തൊക്കെ സ്കിൽ സെറ്റ് നിങ്ങൾ അക്വയർ ചെയ്തു. ഈവൻ ഇപ്പൊ ഈ ഒരു മൈനർ ഞാൻ പറഞ്ഞല്ലോ, ഒരു മൈനർ അവർക്ക് ചെയ്യേണ്ടെന്ന് ആഗ്രഹമില്ലെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് മറ്റേ ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോംസ് ഒരുപാടുണ്ട്. കോഴ്സറ ഉണ്ട്, അതുപോലെ NPTEL ഉണ്ട്. NPTEL ഒരു 3-4 കോഴ്സസ് കൃത്യമായിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ സീക്വൻഷ്യലായിട്ട് കോഴ്സ് ചെയ്താൽ ആ ഒരു ഏരിയയിൽ അവർ ഒരു എക്സ്പെർട്ടീസ് അവർ ബിൽഡപ്പ് ചെയ്യാണ്. അവർക്ക് ഹൈലൈറ്റ് ചെയ്യാം, എനിക്ക് ഈ ഒരു ഏരിയയിലെ ഫണ്ടമെന്റൽ നോളജ് കംപ്ലീറ്റ് ഉണ്ട്, ഇനി അതിന്റെ മുകളിലേക്ക് കമ്പനീസ് എന്നെ ട്രെയിൻ ചെയ്താൽ മതി. പലപ്പോഴും കമ്പനീസ് പറയുന്നത് സ്കിൽ സെറ്റ്, അവർക്ക് വേണ്ട സ്കിൽ സെറ്റ് കുട്ടികൾക്ക് ഇല്ല എന്നുള്ളതാണ്. ആ സ്കിൽ സെറ്റ് അപ്പോൾ കുട്ടികൾ ഐഡന്റിഫൈ ചെയ്ത് ഞാൻ ഇന്ന ഏരിയയിലാണ് എനിക്ക് താല്പര്യമെങ്കിൽ ആ ഏരിയ ഐഡന്റിഫൈ അതിലേക്കുള്ള കോഴ്സസിലേക്ക് പ്രിപ്പയർ ചെയ്ത് അവർ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. കൂടെ അവർക്ക് ബേസിക് ആയിട്ട് വേണ്ട ഓരോ മെക്കാനിക്കൽ ബ്രാഞ്ചസ് ആണെങ്കിൽ അതിന് വേണ്ട ടൂൾസ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഡിസൈൻ ടൂൾസ് ഉണ്ട്. സോളിഡ് വർക്ക്സ് എവറി എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു സാധനമായിട്ട് ഞാൻ പറയാം സോളിഡ് വർക്ക്സ്. നമ്മുടെ കുട്ടികൾ പലപ്പോഴും ചെയ്യാൻ മടിക്കുന്ന ഒരു സാധനമാണ്. അത് ഒരു സാധനം ഒന്ന് ഡിസൈൻ CAD ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ US-ൽ ഞാൻ പോസ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. അവിടെ 12th സ്റ്റാൻഡേർഡ് സ്കൂൾ സ്റ്റുഡൻസ് വന്നിട്ട് ഞങ്ങളുടെ ലാബിലൊക്കെ വർക്ക് ചെയ്യണം. അവർ സോളിഡ് വർക്ക്സ് സുഖമായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ആ ലെവലിൽ ആ സമയത്ത് തൊട്ട് അവർ ഡിസൈൻ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഇവിടെ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ ആകുമ്പോൾ പോലും കുട്ടികൾ സോളിഡ് വർക്ക്സ് ഒന്നും പലപ്പോഴും യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു ഫണ്ടമെന്റൽ നോളജാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഗ്രാഫിക്സ് പഠിപ്പിക്കുന്നു, അതിന്റെ അടുത്ത ലെവലിൽ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. അതിപ്പോൾ ഏത് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ആണെങ്കിലും അവർക്ക് അങ്ങനത്തെ നോളജ് അവർക്ക് വേണം. മെക്കാനിക്കൽ ആണെങ്കിൽ ആൻസസ് ഇല്ലാതെ ഒരു കുട്ടിക്ക് ഒരു ഡിസൈൻ ഏരിയയിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴത്തെ നമ്മുടെ കമ്പനികൾ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന മെയിൻ ഒരു സോഫ്റ്റ്വെയർ ആണ് ആൻസസ്. അതുപോലെ സർഫസ് മോഡലിംഗിന്റെ കാറ്റിയ, ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ്സ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഫൈനൈറ്റ് എലമെന്റ് മോഡലിംഗ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ആണ്. അതുപോലെയാണ് മെറ്റീരിയൽ സൈഡിലാണ് നമ്മൾ പറയുന്നത് മെറ്റീരിയൽസ് മോഡലിംഗ് അവർ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കും. ഇങ്ങനത്തെ സ്കിൽ സെറ്റ്സുകളാണ് അവരെ മറ്റു കുട്ടികളിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിർത്തുന്നത്. അതായത് ഒരു സ്കില്ല് പ്രൂവ് ചെയ്താൽ മാത്രമേ ഇനി ഒരു അവസരമുള്ളൂ എന്ന്. CGPA വെച്ചിട്ട് ആരും നിങ്ങൾ ജോലിക്ക് എടുക്കാൻ പോകുന്നില്ല, ജോലി കിട്ടില്ല. അതാണ് വേറൊരു കുട്ടികൾക്ക് വന്ന ഒരു ഇതുണ്ട്. അതായത് ഇവിടെ വന്ന് പലപ്പോഴും കുട്ടികൾ CGPA ഒന്നും കാര്യമില്ല, CGPA ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് എഫക്ട് എന്താ വെച്ചാൽ കുട്ടികൾ പഠനത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. CGPA കാര്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും CGPA കാര്യം ചില സമയത്ത്, പക്ഷെ കാര്യമില്ല എന്ന് പറയാനും പറ്റില്ല. ഞങ്ങളുടെ ഇവിടെ പ്ലേസ്മെന്റിന് കമ്പനികൾ വരുമ്പോൾ
ഒരുപാട് നമ്പർ ഓഫ് കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ഷോർട്ട് ലിസ്റ്റ് First criteria ചെയ്യുന്ന സ്ക്രീനിങ് ക്രൈറ്റീരിയ CGP ആണ്. ചില കമ്പനികൾ ഞങ്ങൾ 8-ന് മുകളിൽ കുട്ടികളെ നോക്കുന്നുള്ളൂ, CGP 8-ന് മുകളിൽ കുട്ടികളും, ചിലർ 9-ന് മുകളിൽ കുട്ടികളെ നോക്കുന്നുള്ളൂ, ചിലർ 7.5-ന് മുകളിൽ കുട്ടികൾ നോക്കുന്നു. ഒരു എക്സാമ്പിൾ പറയാം, ഈ ബിടെക്കിന്റെ CGPA ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കും യൂസ്ഫുൾ ആവുക. ഞങ്ങളുടെ ഇവിടെ ഒരു കുട്ടി ഇവിടെ എംടെക്കിന് ജോയിൻ ചെയ്ത ഒരു കുട്ടി ഫസ്റ്റ് ഞങ്ങളുടെ 2 വർഷം മുമ്പ് അന്ന് 4 കുട്ടികളെ ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. 3 കുട്ടികളെ. 4ാമത്തെ ഒരു കുട്ടിയെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള കാരണം പറഞ്ഞത് ആ കുട്ടിക്ക് ബിടെക്കിന്റെ CGPA കുറവായിരുന്നു. അതും എംടെക് ഇന്റൽ ആ 3 പേര് ഇന്റർവ്യൂവിന് 3 പേര് ഇന്റലിൽ പ്ലേസ്ഡ് ആയി. 26 lakhs per annum സാലറിയിൽ ഇന്റലിൽ പ്ലേസ്ഡ് ആയി കുട്ടികൾ. ഈ ഒരു കുട്ടിക്ക് ആ ഒറ്റ ഇതുകൊണ്ട് മാത്രം അവർ ചാൻസ് മിസ്സായി. അപ്പോൾ നമ്മള് ബിടെക്കിന് പഠിക്കുന്ന CGPA പ്രശ്നമില്ല എന്ന് പറയുന്നത് എപ്പോഴാണ് നമുക്ക് ഇതിനെ തിരിച്ച് ബാക്ക് ഫയർ ചെയ്യുന്നത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ പഠിക്കുക, നല്ല CGPA നേടുക, അതിന് മുകളിൽ സ്കിൽസിന് പ്രാധാന്യം കൊടുക്കുക. പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് CGPA വരും. ഇത് CGPA വേണ്ടെന്ന് പറയുമ്പോൾ രണ്ടും തിരിച്ച് നിർത്തുവാണ്, പഠിത്തവും നിർത്തുവാണ്. ഓക്കെ സാർ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ ഇവിടുത്തെ സ്റ്റുഡൻസിന്റെ ബിടെക് മെറ്റീരിയൽ സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ എവിടെയാണ് പ്ലേസ്ഡ് ആകുന്നത്, എന്തൊക്കെയാണ് അവരുടെ ഒരു സാലറി പാക്കേജുകളുടെ ഒരു സ്ട്രക്ചേഴ്സ് ഒന്ന് റഫായിട്ട് പറയുവാണെങ്കിൽ? നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നമുക്കൊരു കഴിഞ്ഞ 2 വർഷം ഇന്ത്യയിൽ അത് എംടെക്കിനാണ് പ്ലേസ്മെന്റ് വന്നിട്ടുണ്ട്. അവര് 2 വർഷം നമുക്ക് ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ എടുത്തു. 26 lakhs per annum ആണ് അവരുടെ സാലറി. കഴിഞ്ഞ വർഷം അതുപോലെ ഇപ്പം ഇൻഫോസിസിന് എഞ്ചിനീയറിംഗ് ഏരിയയിൽ എഞ്ചിനീയറിംഗ് അനാലിസിസിൽ മെറ്റീരിയൽ സയൻസ് സ്പെഷ്യലിസ്റ്റ് ഉള്ള ആളുകളെ വേണം. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ എംടെക് സ്റ്റുഡന്റിനെ എടുത്തു. അത് 15 lakhs per annum ആണ് സാലറി വന്നിരിക്കുന്നത്. പിന്നെ ബിടെക് സ്റ്റുഡൻസിന് ഞങ്ങൾക്ക് ഇവിടെ വരുന്ന കമ്പനീസ് ഹ്യൂണ്ടായി ആൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത്തവണ വന്നിട്ട് എടുത്ത് ICICI എടുത്തിട്ട് 15 lakhs per annum സാലറി ഉണ്ട്. JSW സ്ഥിരമായിട്ട് വന്ന് ഞങ്ങളുടെ കുട്ടികൾ എടുക്കുന്നതാണ്, കാരണം മെറ്റീരിയൽ സയൻസിന്റെ കോർ ഏരിയ ആണ്. അതുപോലെ വേറൊരു കമ്പനിയിൽ ഞങ്ങളുടെ കുട്ടി പ്ലേസ് മൈക്രോൺ, ബാംഗ്ലൂരിലെ മൈക്രോൺ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി. അത് എനിക്ക് തോന്നുന്നു അറൌണ്ട് 15-18 അടുത്ത് എങ്ങനെയാണ് സാലറി വന്നിരിക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, പിന്നെ സെയിന്റ് ഗോബൈൻ ഗ്ലാസ്, അവിടെ നമ്മുടെ PhD സ്റ്റുഡൻസിന് എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് എറണാകുളത്തുള്ള കാർബോറണ്ടം, അവിടെ നമ്മുടെ ഇപ്പോൾ എടുത്തൊരു PhD സ്റ്റുഡന്റ് അവിടെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇതൊക്കെ മെറ്റീരിയൽ സയൻസ് ആസ്പെക്ട്. പിന്നെ അപ്ലൈഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന കമ്പനി ബാംഗ്ലൂർ നന്നായിട്ട് ബിൽഡപ്പ് ചെയ്ത് വരുന്ന ഒരു കമ്പനിയാണ്. അവരുമായിട്ട് നമ്മൾ ഓൾറെഡി ഒരു MOU ഉണ്ട്. അപ്ലൈഡ് മെറ്റീരിയൽസുമായിട്ട് ഉള്ളൊരു ടൈപ്പിൽ വരാൻ പോകുന്നത് വെച്ചാൽ അവരൊരു 3 വർഷം കഴിഞ്ഞിട്ട് അവരുടെ റിസർച്ച് ലാബ് സെറ്റ് ആവും. 3 വർഷം കഴിഞ്ഞാൽ അവർക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ സയൻസ് സ്റ്റുഡൻസിന് ആവശ്യമുണ്ട്. അതുപോലെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസ് വരുന്ന എല്ലായിടത്തും മെറ്റീരിയൽ സയൻസ് സ്റ്റുഡൻസിന് ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ IIC ബാംഗ്ലൂരായിട്ട് ചേർന്നുകൊണ്ട് അതിന്റെ ഈ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷന്റെ ഒരു സോഫ്റ്റ്വെയർ കോഴ്സ് കൂടി നമ്മുടെ കുട്ടികളുടെ കരിക്കുലത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഒരു എലക്ടീവ് കോഴ്സ് ആണ്, ബട്ട് സ്റ്റിൽ അവർക്ക് IIC ആയിട്ട് ചേർന്നുകൊണ്ട് ആ സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. അപ്പോൾ ഫാബ്രിക്കേഷന്റെ ഒരു സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷന്റെ തിയറി കോഴ്സ് ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ അവർക്ക് ഈ സോഫ്റ്റ്വെയർ കോഴ്സും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ഒരു ഇതിലേക്ക് ട്യൂൺഡ് ആയിട്ട് അവർ വരുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ ഓരോ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലേക്കുള്ള കുട്ടികളെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സാർ, അതായത് ഇപ്പോൾ ഒരു പക്ഷേ ഏറ്റവും അടുത്തൊരു നെക്സ്റ്റ് ബൂം എന്ന് വിലയിരുത്തപ്പെടുന്നത് ഈ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയാണ്. ഒരു പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാം എന്ന് കരുതപ്പെടുന്നത് ECE തുടങ്ങിയ ബ്രാഞ്ചുകളാണ്. അത് ആ ഒരു ലിസ്റ്റിലേക്ക് തന്നെയാണ് ഈ മെറ്റീരിയൽ സയൻസും വന്ന് പ്ലേസ് ചെയ്യപ്പെടുന്നത്. അതെ, മെറ്റീരിയൽ സയൻസ് അത് സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷന്റെ ഫണ്ടമെന്റൽ ലെവലിലുള്ളത് മെറ്റീരിയൽസ് ആണ്. നമ്മൾ സോളാർ സെൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും, അതുപോലെ നമ്മുടെ ചിപ്പുകൾ നോക്കിക്കഴിഞ്ഞാലും, അതുപോലെ സെൻസേഴ്സ്, ഇതിന്റെയൊക്കെ ഫണ്ടമെന്റൽ ലെവലിൽ നമുക്ക് മെറ്റീരിയൽസ് ലെവൽ പല ന്യൂവർ മെറ്റീരിയൽസ് ആളുകൾ ഡെവലപ്പ് ചെയ്യുന്ന മെറ്റീരിയൽ കോമ്പോസിറ്റ്സ് ട്രൈ ചെയ്യുന്നുണ്ട്. അതിന്റെ പല ഡെപ്പോസിഷൻ ടെക്നോളജീസ് ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട്. അതിന്റെ ക്യാരക്ടറൈസേഷൻ മെത്തഡോളജീസ് ട്രൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഫണ്ടമെന്റലി മെറ്റീരിയൽ സയൻസ് നോളജുള്ള കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കുക. ഇതൊക്കെ സാർ, ഒരു കാര്യമാണ്, അതിപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ MTech പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ബിടെക് കഴിഞ്ഞ വിദ്യാർത്ഥി, അതായത് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇവിടെ MTechന് മെറ്റീരിയൽ സയൻസ് തിരഞ്ഞെടുക്കാനായിട്ടും സാധിക്കില്ലേ? ബിടെക് മെക്കാനിക്കലിന്റെ എല്ലാ ബ്രാഞ്ചസും, എല്ലാ അലൈഡ് ബ്രാഞ്ചസും, ഓട്ടോമൊബൈൽ ആണെങ്കിലും പെട്രോളിയം ഇൻഡസ്ട്രി ആണെങ്കിലും അതുപോലെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ MSc കഴിഞ്ഞ കുട്ടികൾക്കും നമ്മളുടെ MTechന് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. MSc ഫിസിക്സ്, MSc കെമിസ്ട്രി, MSc മെറ്റീരിയൽ സയൻസ്, MSc നാനോ ടെക്നോളജി, ഈ ബ്രാഞ്ചസിൽ എല്ലാം കഴിയുന്ന കുട്ടികൾക്ക് നമ്മുടെ MTech പ്രോഗ്രാമിൽ 16 സീറ്റ്സ് ആണ് നമുക്കുള്ളത് വിത്ത് ഫെലോഷിപ്പ്. MTechന് 8 ക്വാളിഫൈ ആണ്. സാർ, ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുക. അതായത് സാധാരണ ഇതിൽ നമ്മൾ ഡിഗ്രി PG ഒക്കെ നോക്കുമ്പോഴത്തേനും എല്ലാവരും പൊതുവിൽ പറയുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ബേസിക് ആയിട്ടുള്ള ചെയ്യാം. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ മെക്കാനിക്കൽ ഡിഗ്രി ചെയ്യാം. MTechലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ മെറ്റീരിയൽ സയൻസോ കാര്യങ്ങളോ ചെയ്യാം. പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഒരു പക്ഷേ മെക്കാനിക്കലിനേക്കാൾ കൂടുതൽ അവസരങ്ങൾ നൽകുന്നത് ഇന്നത്തെ കാലത്ത്, അല്ലെ ഇനി അടുത്തൊരു നെക്സ്റ്റ് ബൂമിന് സാധ്യതയുള്ളത് കൊണ്ട് മെക്കാനിക്കലിനേക്കാളും ബെറ്റർ
ഈ പറയുന്ന ബിടെക് തന്നെ ബിടെക് മെറ്റീരിയൽ സയൻസ് തിരഞ്ഞെടുക്കുന്നതല്ലേ നല്ലത് ആ ഒരു രീതിയേക്കാൾ? മെക്കാനിക്കലും ബെറ്റർ എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരുപാട് സാധ്യതകളുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്നത്. ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രത്യേകിച്ചും പുറത്തൊക്കെ പോയി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരിക്കും, ഡെഫിനറ്റ്ലി ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരിക്കും. അവർക്ക് ഒരു അടുത്ത ലെവലിൽ ഒരു മാസ്റ്റേഴ്സോ PhD ഒക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ തന്നെയായിരിക്കും ഡെഫിനറ്റ്ലി മെറ്റീരിയൽ സയൻസ് ഏരിയയിൽ അവർ ബിടെക് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ സാർ, അപ്പം ഈ ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. അതായത് ഈ ഒരു മെറ്റീരിയൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ശരിക്കും അവരുടെ ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രി പ്ലസ് R&Dയിലും ഒരുപോലെയാണ് അവസരങ്ങൾ ലഭിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. അവർക്ക് ഒരു നമ്മുടെ കഴിഞ്ഞ വർഷത്തേക്ക് ഒരു നോക്കിക്കഴിഞ്ഞാൽ ഒരു 30% നമ്മുടെ കുട്ടികൾ ഇൻഡസ്ട്രിയിലാണ് പ്ലേസ്ഡ് ആണ്. പിന്നെ ഒരു 30% കുട്ടികൾ അവർ റിസർച്ച് ഫോക്കസ്ഡ് ആണ്. ഓക്കെ. അപ്പൊ അവര് കൂടുതലും മാസ്റ്റേഴ്സിന്, അത് ഞങ്ങളുടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കുട്ടിക്ക് ജോൺ ഹോപ്കിൻസിൽ ഡയറക്റ്റ് PhD കിട്ടിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇറാസ്മസ് മുണ്ടസ് ഫെലോഷിപ്പ്, അത് ഒരു പ്രസ്റ്റീജിയസ് ഫെലോഷിപ്പാണ്. അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സിനുള്ള ഫെലോഷിപ്പാണ്. അതായത് നമ്മുടെ കംപ്ലീറ്റ് ട്യൂഷനും കൂടാതെ 1400 pounds പെർ മന്ത് നമുക്ക് ഫെലോഷിപ്പ് ആയിട്ട് അതിനകത്ത് കിട്ടും. ട്യൂഷൻ കംപ്ലീറ്റ് വേവ് ചെയ്യും. അതിലൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ 4 യൂണിവേഴ്സിറ്റിയിലായിട്ടാണ് നമ്മുടെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓരോ സെമസ്റ്ററും ഓരോ യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ അങ്ങനെ 4 യൂണിവേഴ്സിറ്റി കൊണ്ട് നമ്മുടെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വളരെ റെയർ ഓപ്പർച്യൂണിറ്റി. പക്ഷെ വളരെ കോമ്പറ്റീറ്റീവ് ആണ്. അപ്പൊ അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രോജക്റ്റുകളും ഇന്റേൺഷിപ്പും എല്ലാം ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്യുന്നതിന്റെ ഒരു ആവശ്യകത വരുന്നത്. കാരണം ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ കോമ്പറ്റീറ്റീവ് ആണ്. നമ്മുടെ ഫണ്ടമെന്റൽ നോളജ് അവർ ശരിക്കും ടെസ്റ്റ് ചെയ്യും. നമ്മളെ ആ ഫണ്ടമെന്റൽ നോളജ് ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ എടുക്കുകയും ചെയ്യും. അപ്പം ഞങ്ങളുടെ ലാസ്റ്റ് ഇയറിൽ ഒരു കുട്ടിക്ക് കിട്ടി. ഇപ്പൊ ഈ വർഷം ലാസ്റ്റ് ഇയർ ഗ്രാജുവേറ്റ് ചെയ്ത ഒരു പയ്യൻ ഇപ്പൊ ഇവിടെ നമ്മുടെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആദർശ് പറഞ്ഞു. അവൻ ഇത്തവണ ഇറാസ്മസ് ഉണ്ട്. ഇപ്പൊ ജസ്റ്റ് ലാസ്റ്റ് വീക്ക് അതിന്റെ അനൗൺസ്മെന്റ് വന്നേ ഉള്ളൂ, ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് റിസർച്ചിലേക്ക് പോകുന്നു. അതുപോലെ ഞങ്ങളുടെ കുട്ടികളിൽ IIT-യിലും IISc-യിലും ഒക്കെ ഡയറക്റ്റ് മാസ്റ്റേഴ്സിനും ഡയറക്റ്റ് PhD-ക്കും ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ റിസർച്ച് താല്പര്യമുള്ള കുട്ടികൾക്കും ഓപ്പർച്യൂണിറ്റീസിന് ഒരു ക്ഷാമമില്ല. വേറൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ ബിടെക് മെറ്റീരിയൽ സയൻസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 3rd ഇയർ കഴിയുമ്പോൾ അവർക്ക്, ഞങ്ങൾക്ക് IITs-ആയിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പൊ 3rd ഇയർ കഴിയുമ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് അവരുടെ 4th ഇയർ കംപ്ലീറ്റ് ഏതെങ്കിലും IIT-യിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത് റെഗുലർ കോഴ്സ് വർക്ക്. IIT ഹൈദരാബാദുമായിട്ട് ടൈപ്പ് ഉണ്ട്, IIT മദ്രാസുമായിട്ട് ടൈപ്പ് ഉണ്ട്, IIT ബോംബെ ആയിട്ട്, ഈ വർഷം IIT ബോംബെ ആയിട്ട് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. IIT ഹൈദരാബാദിൽ ഞങ്ങൾ റെഗുലർ ആയിട്ട് ഞങ്ങളുടെ കുട്ടികൾ പോകാറുണ്ട്. അപ്പോൾ അവർക്ക് പോയിട്ട് അവരുടെ റിസർച്ച് എല്ലാം IIT ഹൈദരാബാദിന്റെ ലാബുകളിൽ ചെയ്യാൻ പറ്റും. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അവിടെ വരുമ്പോൾ അവർക്ക് പ്ലേസ്മെന്റിന് അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടാവത്തില്ല. അവർക്ക് വേണമെങ്കിൽ ഇവിടെ പ്ലേസ്മെന്റ് നോക്കാം, അല്ലെങ്കിൽ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഡയറക്റ്റ് PhD-ക്ക് അവരെ മിനിമം CGPA ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് PhD-ക്ക് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. എന്താണ് മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗ്? എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് പഠിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ്? ഇനി വരും കാലഘട്ടങ്ങളിൽ എത്രമാത്രം ഈ ഒരു ബ്രാഞ്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതെല്ലാം ഷിജോ സാറിൻ്റെ വാക്കുകളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സാർ, ഈ ഒരു ഇൻ്റർവ്യൂ സെഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഇനി ജോസ് അലോട്ട്മെൻറ്റ് വഴി NIT കാലിക്കറ്റിലേക്ക് വരുന്ന ഈ ബിടെക് മെറ്റീരിയൽ സയൻസിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ ഇൻഫർമേഷൻസും അടങ്ങുന്ന ഒരു പെർഫെക്റ്റ് കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് ഞങ്ങളിത് വിലയിരുത്തുകയാണ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.